ഐ ക്യാൻ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. യു മസ്റ്റ് കോൾ മീ സർ. നീ എന്നെ സർ എന്ന് വിളിക്കണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. നീ സത്യം പറയണം. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ടല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും പറയാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പറയാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ക്യാൻ എന്ന കഴിവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുള്ള പ്രധാനപ്പെട്ട ഒരു സഹായക ക്രിയയാണ് ക്യാൻ അഥവാ ഓക്സിലറി വെർബ്. ഇതിന് നമ്മൾ കഴിയുക എന്നുള്ളതാണ് ക്യാൻ, എന്നാൽ കഴിഞ്ഞിരുന്നു എന്നാണെങ്കിൽ അത് കുഡെന്നാവും. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം ഞാൻ പറയാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുമ്പം സ്പീക്ക് ഇംഗ്ലീഷാണ് അല്ലേ? എനിക്ക് ഐ ആണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്വിം. ഐ ക്യാൻ സ്വിം. എനിക്ക് ഞാൻ നാളെ മീറ്റിങ്ങിന് വരാം. ഐ ക്യാൻ, അല്ലെങ്കിൽ ഞാൻ നാളെ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റും എന്ന് പറയണം. ഐ ക്യാൻ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. ഐ ക്യാൻ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. അപ്പോൾ ഈ ഒരു കഴിവിനെ കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ക്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? ഈ ഐ ക്യാൻ എന്നുള്ളതിനെ തിരിച്ചിടുമ്പോൾ ക്യാൻ ഐ എന്നാവും. ഇവിടെ എനിക്കെന്നാണ്. എന്നാൽ നിനക്ക് എന്നാണെങ്കിൽ ക്യാൻ യു. ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ? അപ്പോൾ നിനക്ക് നീന്താൻ കഴിയുമോ? ക്യാൻ യു സ്വിം? ക്യാൻ യു സ്വിം? നിനക്ക് ഈ വിഷയത്തിൽ പ്രസംഗിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ യു സ്പീക്ക് ഇൻ ദിസ് സബ്ജക്റ്റ്? ക്യാൻ യു സ്പീക്ക് ഇൻ ദിസ് സബ്ജക്റ്റ്? ഈ സബ്ജക്റ്റിൽ സംസാരിക്കാൻ കഴിയുമോ? ഓക്കെ, അവൾക്ക് പാകം ചെയ്യാൻ അറിയാമോ? അതായത് ഭക്ഷണമാണ്, പാചകം ചെയ്യാൻ അറിയാമോ? ക്യാൻ ഷീ കുക്ക് വെൽ? ക്യാൻ ഷീ കുക്കായാൽ പാചകം അറിയുമോ? അതാണ്, പാചകം ചെയ്യാൻ കഴിയുമോ? ഓക്കെ, അപ്പോൾ എന്നാൽ ഈ കാര്യം പറയുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ പ്രസൻറ്റ് ടെൻസിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് ക്യാൻ പറയുന്നത് അല്ലേ? ഈ ക്യാൻ എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ആം ഏബിൾ ടു, ഈസ് ഏബിൾ ടു, ആർ ഏബിൾ ടു. അതായത് ഇപ്പം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നതിന് പകരമായിട്ട് ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഹീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷിന് പകരമായിട്ടപ്പോൾ എന്ത് പറയാൻ പറ്റും? ഹീസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. എന്നാൽ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഈ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയുന്നതിന് പകരം അവൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നു എന്നാണെങ്കിൽ എന്ത് വരും? ഐ ക്യാൻ സ്പീക്ക് അല്ലെങ്കിൽ ഹീ ക്യാൻ സ്പീക്ക് എന്നുള്ളത് ഹീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്നാവും. ഓക്കെ, ഹീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. മനസ്സിലായി കാണുമല്ലോ, ഹീ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമായിരുന്നു. ദേ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അത് നമ്മൾ മുമ്പേ പറഞ്ഞു, അതായത് ചോദിക്കുന്നത്, അതായത് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ആണെന്ന്. ഇതിനെ തന്നെ നമുക്ക് അനുവാദത്തിന് വേണ്ടിയും ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു ഹെഡ് ഓഫീസർ സബോർഡിനേറ്റിനോട് പറയാണ്, നിനക്കിപ്പോൾ വീട്ടിൽ പോകാം, എനിക്കിപ്പോൾ വീട്ടിൽ പൊയ്ക്കോ എന്നുള്ളതാണല്ലോ. വീട്ടിൽ പോകാം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ഹോം നൗ. യു ക്യാൻ ഗോ ഹോം. യു ക്യാൻ ഗോ ഹോം. യു ക്യാൻ ഗോ യുവർ ഹോം. നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം. ആ സമയത്ത് സാറേ ഞാൻ അകത്തോട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ സർ ക്യാൻ ഐ കം ഇൻ? ക്യാൻ ഐ കം ഇൻ? കുറച്ചുകൂടെ ഫോർമലായിട്ടാണെങ്കിൽ സർ കുഡ് ഐ കം ഇൻ?
കുഡ് ഐ കമിൻ? അപ്പോൾ അനുവാദത്തെ കുറിക്കാനും ക്യാനും കുഡും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കുഡ് ഐ കമിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി ഫോർമലായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്നാണെങ്കിൽ ക്യാൻ ഐ ഗോ, ക്യാൻ ഐ ഗോ ഫോർ സംതിങ് എന്നുള്ള രീതിയിൽ ക്യാൻ ഐ ഗോ. അപ്പം ഞാൻ സിനിമയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്, എന്താണ് കുഡ് ഐ ഗോ അല്ലെങ്കിൽ ക്യാൻ ഐ ഗോ ഫോർ എ സിനിമ? ഓക്കെ, ഇപ്പോൾ അച്ഛപ്പം മറുപടി പറയാണ്, നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോണെന്ന് പറയുകയാണെങ്കിൽ യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക്, യു ക്യാൻ ഡു വാട്ട് യു ലൈക്ക്. ഓക്കെ, ഞാൻ ഇത് എടുത്തോട്ടെ എന്നാണെങ്കിലോ ക്യാൻ ഐ ടേക്ക് ദിസ്, ക്യാൻ ഐ ടേക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്താണ് ക്യാനെ കാണിക്കാം. കഴിവിനെ കാണിക്കാനാണ് ക്യാൻ ഉപയോഗിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഈ ക്യാൻ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഐ ക്യാൻ എന്നുള്ളതിന് പകരം ഐ ആം ഏബിൾ ടു, ഹീ ക്യാൻ എന്നുള്ളതിന് പകരം ഹീ ഈസ് ഏബിൾ ടു, ദേ ക്യാൻ എന്നതിന് പകരം ദേ ആർ ഏബിൾ ടു. ഇപ്പം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്, he can speak English, he is able to. ഈസ് ഏബിൾ എന്ന് വെച്ചാൽ എനിക്ക് പറ്റും എന്നാണല്ലോ. ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിന് പകരം ദേ ആർ ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാനിങ്ങനെ ചെറിയതായിട്ട് എടുക്കുന്നതിന് കാരണം നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം തന്നുകൊണ്ട് അതിലൊന്ന് തറവാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പം ഇവിടെ ഈ ക്യാനിന് മറ്റൊരു ഉപയോഗവും കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പോസിബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ ചോദിക്കുകയാണ്, ഈ വാർത്ത ശരിയായിരിക്കുമോ, ഇപ്പോൾ ഈ ന്യൂസ് ശരിയായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. ക്യാൻ ദിസ് ന്യൂസ് ബി ട്രൂ, ക്യാൻ ദിസ് ന്യൂസ് ബി ട്രൂ. അപ്പോൾ പറയണം, ആ വാർത്ത ശരിയാവാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞാൽ ദാറ്റ് ന്യൂസ് കനോട്ട് ബി ട്രൂ, ദാറ്റ് ന്യൂസ് കനോട്ട് ബി ട്രൂ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എവിടെ ആയിരിക്കും എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെ ആയിരിക്കും? വേർ ക്യാൻ ഹി ബി നൗ? അപ്പോൾ ആ പോസിബിലിറ്റിയാണ് ചോദിക്കുന്നത്. വേർ ക്യാൻ ഹി ബി നൗ? എവിടെയെങ്കിലും, അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കും എന്നാണെങ്കിലോ ഹീ ക്യാൻ ബി എനിവെയർ നൗ, ഹീ ക്യാൻ ബി എനിവെയർ നൗ. അപ്പോൾ പോസിബിലിറ്റിയെ കാണിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ക്യാൻ ദിസ് ന്യൂസ് ബി ട്രൂ, അതാണിപ്പോൾ പറഞ്ഞത്. ആ വാർത്ത ശരിയായിരിക്കുമോ എന്ന് ചോദിക്കാനും നമുക്ക് ഏതുപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ക്യാൻ്റെ യൂസേജ് മനസ്സിലായല്ലോ. കഴിവിനെ കാണിക്കാം, അനുവാദത്തിനെ കാണിക്കാം, അതുപോലെ സാധ്യത അഥവാ പോസിബിലിറ്റിയെ കാണിക്കാം. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാൻ്റെ യൂസാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് പോകാം. അപ്പോൾ എക്സസൈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിന്നിവിടെ തങ്ങാൻ പറ്റുകയില്ല. തങ്ങുക എന്നുള്ളതിന് സ്റ്റേ ആണ്. നിങ്ങൾക്കിവിടെ തങ്ങാൻ പറ്റില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എനിക്ക് ഇവിടെ പുകവലിക്കാൻ പറ്റുമോ? എനിക്കിവിടെ പുകവലിക്കാൻ പറ്റുമോ? തേർഡ് ക്വസ്റ്റ്യൻ, നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? ഫോർത്ത് ക്വസ്റ്റ്യൻ, എനിക്ക് നേരത്തെ പോകാം. എനിക്ക് നേരത്തെ പോകാം. ഓക്കെ, നേരത്തെ എന്നുള്ളതിന് എയർലി എന്ന വാക്ക് ഉപയോഗിക്കാം. ഓക്കെ, നിനക്ക് ഇപ്പോൾ വീട്ടിൽ പോകാം. നിനക്കിപ്പോൾ വീട്ടിൽ പോകാം. അപ്പോൾ മറക്കാതിരിക്കുക, ഇത്രയും ഇന്നത്തെ ക്ലാസ്സിലെ ഈ ചെറിയ എക്സസൈസ് ചെയ്യുക. മാക്സിമം നിങ്ങളത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.